ഇതിപ്പോൾ ഇതാ കുറേ കുട്ടികളുണ്ടല്ലോ ഇവിടെ, പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. നമസ്കാരം. രാവിലെ എന്താ പരിപാടി? രാവിലെ എന്താ പരിപാടി? പറഞ്ഞു. ആ, എന്താ പരിപാടി? പണിയിലാണ്. പണി. ഇതെന്താ പരിപാടി? ഇത് വീട് വെക്കുകയാണോ? ഈ വീട് പൊളിച്ച് വീട് വെക്കുന്നു അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്ത് ആള് താമസിക്കുന്നുണ്ട്. ഇത് ആരുടെ വീട്? ഇത് ആ, ഈ വീടിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെട്ടെ. എന്താ പേര് നമ്മളുടെ? എന്റെ പേര് അസൈനാർ. എവിടെ വീട്? ഇതാണ് വീട്. തറവാട് വീടാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ പൊളിച്ചു കഴിയുന്ന വീടിന്? ഇത് ഏകദേശം ഒരു 100 വർഷത്തിന്റെ 100 വർഷം പഴക്കമുള്ള വീടാണ് അല്ലേ? ഉപ്പാന്റെ കാലത്ത് വെച്ച വീടാണ്. അവിടെ നിന്നാണ് ഇത് പുതിയ വീട് വരുന്നത്. വീടൊന്നൊരു സ്വപ്നം യാഥാർത്ഥ്യം. 100 വർഷത്തിന് ശേഷം വീട്. എത്ര പേരാണ് നിങ്ങളുടെ മക്കള്? ഞങ്ങള് പിന്നെ 3 ആണും 1 പെണ്ണും. പിന്നെ ഏറ്റവും ചെറുത് പെങ്ങളാണ്. പിന്നെ ഇതിന് ഏറ്റവും മുകളിലാണ് ഞാൻ മദ്രസ പഠിപ്പിക്കുന്നു. പിന്നെ വാപ്പയും പള്ളിയുടെ പള്ളി. അപ്പൊ പുതിയ വീടൊക്കെ വെച്ച് വളരെ സന്തോഷമായിട്ട് പെരുന്നാൾ കഴിയുമ്പോഴേക്കും വീട് കയറുമോ? ഇല്ല, ഒരുപാട് പണികൾ ബാക്കി കിടക്കല്ല. അതിന്റെ ബേസിക് ഘട്ടത്തിൽ മാത്രമല്ല ഉള്ളത്. എത്ര കുട്ടികളുണ്ട് നമ്മുടെ മദ്രസ പഠിക്കാൻ? മദ്രസയിൽ ഇവിടെ ഏകദേശം 500-ന്റെ അടുത്തായിട്ട് കുട്ടികളുണ്ട്. അവരിപ്പോ മദ്രസ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ്. രാഷ്ട്രീയം ഇവിടെ ഇങ്ങനെ ചൂട് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമാണെന്ന് കേട്ടു. തെരഞ്ഞെടുപ്പ് വളരെ ശക്തമാവും. തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് അതിന് വളരെ പ്രസക്തിയുള്ള സമയമാണ്. അപ്പം ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. മക്കളെന്ത് ചെയ്യുന്നു? മക്കളെ ഒരാൾ പഠിക്കുന്നു, 2 പഠിക്കുന്നു. ഒരാണും 1 പെണ്ണാണ് ഉള്ളത്. മൂത്തത് ആണാണ്. പിന്നെ ചെറുത് ഇതാണോ ചെറുത്? ഹായ്, നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞോ? സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ലേ? ഇനി എന്താ പരീക്ഷ? നാളെ ഉണ്ടോ? തിങ്കളാഴ്ച ഉണ്ടോ? തിങ്കളാഴ്ച പരീക്ഷ ഉണ്ട് അല്ലേ? പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയില്ലേ? നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ എന്താ ചെയ്യണം? എല്ലാവരും കൂടി ഫുട്ബോൾ കളിക്കോ? എവിടെ ഫുട്ബോൾ കളിക്കാൻ പോണേ? ഗ്രൗണ്ടിൽ പോവും. ആരാ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നത് ഈ ടീമിലെ മെസ്സി ആരാ? ഈ ടീമിലെ മെസ്സി ഇദ്ദേഹം. കണ്ടോ, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ലേ? നോക്കൂ, എല്ലാവരും മികച്ച കളിക്കാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ താങ്ക് യു. ഓക്കെ അസനാർ. അപ്പോൾ നമ്മൾ വേങ്ങരയിലാണ് നിൽക്കുന്നത്. നമ്മളൊരു മെസ്സേജ് കൂടി നമ്മൾ കൊടുക്കാനും കൂടിയാണ് വന്നേക്കുന്നത്. ഇത് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്താണ്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതിനകത്ത് കാണത്തില്ല. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷേ വോട്ട് ചെയ്യണം. ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. താങ്ക് യു. ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഊരകത്തെ പുത്തൻപീടികയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഞങ്ങളുടെ കൂടെ നടക്കുന്നോ? രാവിലെ നടത്താവാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഊരകത്തെ വേങ്ങരയിൽ നിന്നാണ് നമ്മൾ ഈ പ്രഭാത പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ഈ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുന്നത് തോന്നുന്നു അല്ലേ? റൈറ്റ്. അപ്പോൾ വേങ്ങര പുത്തൻപീടിക ഊരകം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ തേടി എത്തുന്ന ഒരു ദിവസം കൂടിയാണ്.